ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ശനിയുടെ മാറ്റം ഉണ്ടാവും 29th മാർച്ചിന്. അക്വേറിയസിൻ്റെ സൈനിന്ന് പൈസീസിൻ്റെ സൈനിലേക്കാണ് പോണത് ശനി. അപ്പോൾ അത് ഒരു 2 കൊല്ലം വരെ ഉണ്ടാവും പൈസീസിൻ്റെ സൈനിൽ. അപ്പോൾ അത് എല്ലാവർക്കും ബാധിക്കും, എല്ലാ സൈൻസിനും അത് എഫക്റ്റ് ചെയ്യും. പക്ഷെ അത് ജെമിനൈക്ക് വേണ്ടിയിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പോകണമെന്നാണ് നമ്മൾ ഇന്ന് ആ റീഡിങ് നമ്മൾ ചെയ്യണത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 29th മാർച്ചിനൊരു സോലാർ എക്ലിപ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കൂടി ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ മൊത്തം എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ലൈഫിൽ എന്താ ഉണ്ടാവുക, അതൊക്കെ നമ്മളൊരു ജനറൽ ആയിട്ടൊരു റീഡിങ് ഇന്ന് നോക്കാൻ പോകുന്നുണ്ട്. ഇത് മൂൺ സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മൂൺ സൈൻ എന്താ വെച്ചാൽ ജെമിനൈ ആണ് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ മൂൺ സൈൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല വെച്ചാൽ ഗൂഗിളിൽ കുറേ ഫ്രീ വെബ്സൈറ്റ്സ് ഉണ്ട്. മൂൺ സൈൻ നിങ്ങൾക്ക് ഈസിലി അവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ജെമിനൈ നിങ്ങളുടെ 10th ഹൗസിലാണ് ശനി പോകാൻ പോണത്. ആൻഡ് 10th ഹൗസ് നിങ്ങളുടെ പ്രൊഫഷണൽ ഹൗസാണ്. നിങ്ങളുടെ കരിയറിനാണ് അത് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുക ശനിയുടെ മാറ്റം. ആൻഡ് ഈ കരിയറിന് വെച്ചാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ കുറേ കൂടാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജോലിയുടെ വർക്ക് പ്രഷർ അത് കുറേ കൂടും, വർക്ക് ലോഡ് കൂടും, കുറേ സ്ട്രെസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഹെൽത്തിനെയും അത് എവിടെയോ എഫക്റ്റ് ചെയ്യും, എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്ത്. അത് മാത്രമല്ല കുറേ ഒരു ടയേർഡ്നെസ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഇത്രയും വർക്ക് ലോഡ് ഉണ്ടാവുമ്പോൾ കുറച്ചൊരു സ്ട്രെസ് ഉണ്ടാവുന്നത് അത് നാച്ചുറലാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവും. ആൻഡ് അത് മാത്രമല്ല നിങ്ങളുടെ ഹെൽത്തിൽ അത് എവിടേക്കോ ബാധിക്കും, എസ്പെഷ്യലി നിങ്ങളുടെ ഡൈജഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടാൻ വഴിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാരോയിൽ എന്താണ് എനർജി ഉണ്ടാവാൻ പോണത് നിങ്ങളുടെ, അതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ കാണാൻ പോണത്. അപ്പോൾ ജെമിനൈ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി 2 of Swords ആണ്. നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ എനർജിയാണ് Knight of Pentacles. നിങ്ങളുടെ റിലേഷൻഷിപ്സ്, ഫ്രണ്ട്സ്, ഫാമിലിയുടെ കൂടെ 3 of Pentaclesൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ 2 of Cups ആണ്. നിങ്ങളുടെ ചാലഞ്ച് ഉണ്ടാവുന്നത് 4 of Pentacles. നിങ്ങളുടെ അഡ്വൈസ് 8 of Wands. നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ജെമിനൈ ഇവിടെ ഞാൻ കാണുന്നത് 2 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ 2 of Swords ഒരു 2 ചോയ്സസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിലിപ്പോൾ കുറേ ചോയ്സസ് ഉണ്ടാവും. ഇത് എന്താ വേണ്ടേ പറഞ്ഞാൽ ഈ എസ്പെഷ്യലി 2 കൊല്ലം ഈ ശനിയുടെ എഫക്ട്സ് ഉണ്ടാവുന്നത് നിങ്ങളുടെ സൈനിൽ 2 കൊല്ലം വരെ ഉണ്ടാവും. അപ്പോൾ ഈ ചോയ്സസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. 6 of Cups. കുറേ ഡിസിഷൻ മേക്കിംഗ് ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ചോയ്സ് എന്താ വരിക വെച്ചാൽ നിങ്ങളുടെ ഫാമിലി ലൈഫും നിങ്ങളുടെ കരിയർ, അതിലാണ് ചോയ്സസ് ഉണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യണം വെച്ചാൽ അതും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, അതിലാണ് കുറേയൊക്കെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാക്കേണ്ടി വരിക. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി വർക്ക് ലോഡ് കുറേ കൂടും, റെസ്പോൺസിബിലിറ്റീസ് കുറേ കൂടും. എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പ്രകാരം ചെയ്യാൻ പറ്റില്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പിക്ചർ കാണണം എന്ന്, ഒരു പടം കാണണം എന്ന് അങ്ങനെ ഒരു മോഹം ഉണ്ടാച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് ഫാമിലിക്ക് നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ഇല്ല വെച്ചാൽ ജോബിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കുറേ ഡിസിഷൻസ് ഉണ്ടാവും, അതല്ലാണ്ട് വലിയ ഡിസിഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ 2 കൊല്ലം നിങ്ങൾക്ക് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സസ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ടാക്കേണ്ടത്. അതുമാത്രമല്ല ഞാനിവിടെ കാണുന്നത് ഒരു പാസ്റ്റിൽ ഉള്ള പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പാണ്, ഒരു
ഫ്യൂച്ചർ ഉണ്ട് ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിൽ കണക്റ്റഡ് ആയ പേഴ്സണാണ്. ഇതൊരു പാസ്റ്റ് ലവർ ആയിരിക്കാം, അതല്ല വെച്ചാൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിലെ പേഴ്സൺ ആയിരിക്കാം, അതല്ല വെച്ചാൽ ഒരു കുട്ടിക്കാലത്ത് ഫ്രണ്ട്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കുറേ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു എനർജിയും ആവാം. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാസ്റ്റിന് ആരോ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇത് നെക്സ്റ്റ് 2 ഇയേഴ്സിൽ ഉണ്ടാവുന്ന സംഭവമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ മാതിരി കുറേ വർക്ക് ലോഡ് ഉണ്ടാവും, കുറേ ഹാർഡ് വർക്ക് വേണ്ടി വരും, കുറേ എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷേ ആ എഫേർട്ടിൻ്റെയൊക്കെ റിവാർഡ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്? ഏസ് ഓഫ് കപ്സ്. നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കേണ്ട വെച്ചാൽ ഒരു പുതിയ ജോലി കിട്ടാൻ ചാൻസസ് ഹൈ ആണ്. 3 ഓഫ് വാൻഡ്സ് ഇവിടെ പുറമേ പോകുന്ന ചാൻസസും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി എല്ലാം കുറേ ഒരു സ്ട്രഗിളായിരിക്കും. പറഞ്ഞാൽ ഇങ്ങനെ ഈസിലി ഒന്നും കിട്ടില്ല, കുറേ ശ്രമിക്കേണ്ടി വരും, കുറേ ഹാർഡ് വർക്ക് ഉണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് 2-3 പ്രോജക്ട്സ് ഒരുമിച്ച് ചെയ്യുക, 2-3 ക്ലയൻറ്റ്സ് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷനും വരും. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയം കിട്ടില്ല. എന്ന് വെച്ചാൽ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സും ഉണ്ട്. ഡിസിഷൻസൊക്കെ വേഗം ഉണ്ടാക്കേണ്ടി വരും. ട്രാവൽ ഞാൻ കുറേ കാണുന്നുണ്ട്, വർക്ക് റിലേറ്റഡ് ട്രാവൽ. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് കുറേ ഉണ്ടാവും, വർക്ക് ലോഡും കുറേ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഇവിടെ? Four of Wands, 2 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ നിങ്ങളുടെ വീട്ടിൻ്റെ കാര്യത്തിൽ ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ ഇത്രയും എനർജിയും എഫേർട്ട് നിങ്ങൾ ഇടുമ്പോൾ വീട്ടിൻ്റെ കാര്യത്തിന് അത്ര നിങ്ങൾക്ക് എനർജി ഉണ്ടാവില്ല, അത്രയും വർക്ക് പ്രഷർ ഉണ്ടാവും. അതിൻ്റെ കാരണം നിങ്ങളുടെ വീട്ടിൻ്റെ ആൾക്കാരും കുറച്ച് മുഷിയാൻ വഴിയുണ്ട്. അവർക്കും ഉണ്ടാവും, ആ ഫീലിംഗ് ഉണ്ടാവും. അത് നിങ്ങൾ അത്ര സമയം തരുന്നില്ല അവർക്ക് ജോലിയുടെ കാരണം. അപ്പോൾ പക്ഷെ അത് ഉണ്ടായാലും അങ്ങനെ ഞാൻ ഒരു പ്രശ്നമായിട്ടല്ല കാണുന്നത്. പക്ഷെ ആ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് മുമ്പേ മാതിരി അങ്ങനെ സമയം കിട്ടില്ല. പക്ഷേ ഇവിടെ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഇവിടെ ഒരു മാരേജിൻ്റെ കാർഡുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാൻ വഴിയുണ്ട് ഈ 2 കൊല്ലത്തിൽ. അതല്ല വെച്ചാൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ടാവും നിങ്ങൾ, അതും ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. 2 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ വേഗം കിട്ടും. അപ്പോൾ ഈ 2 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 6 ഓഫ് പെൻറ്റക്കിൾസ്. പ്രശ്നം ഉണ്ടായാലും അത് ഈ ഇംബാലൻസിൻ്റെ കാരണമാണ്. എന്ന് വെച്ചാൽ ഈ കുറേ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സിൻ്റെ കാരണം പ്രശ്നം, ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ആയിരിക്കും. പക്ഷേ അതുണ്ടായാലും നിങ്ങൾക്ക് കുറേ ഫാമിലി സപ്പോർട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. വേണ്ട സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല ഡോക്ടർ കിട്ടും. അപ്പോൾ അങ്ങനത്തെ സപ്പോർട്ടൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചിലപ്പോൾ വേണ്ട മാതിരി ശമ്പളം പറഞ്ഞാൽ ബോണസ് ഇല്ല വെച്ചാൽ അതുമാതിരി റിവാർഡ്സ് കിട്ടില്ല. അപ്പോൾ സൂക്ഷിക്കണം സ്പെൻഡ് ചെയ്യുമ്പോൾ. എന്നുവെച്ചാൽ ഹാർഡ് വർക്ക് ഉണ്ട്, കുറേ എഫേർട്ട് ഉണ്ട്, പക്ഷേ ശമ്പളം അത്ര കൂടില്ല. അതുമാത്രമല്ല ഞാൻ പറഞ്ഞ മാതിരി ഇമോഷണലി നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആയിരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സമയമില്ല, അത്രയും ജോലി ഉണ്ടാവും, അത്രയും വർക്ക് പ്രഷേഴ്സ് ഉണ്ടാവും. ടെമ്പറൻസ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആണ് പറയണത്. എന്നുവെച്ചാൽ കുറേ നിങ്ങൾ ഐസൊലേറ്റഡ് ആയാൽ നിങ്ങൾ എല്ലാവരുടെയും കൂടെ കട്ട് ഓഫ് ആയി പോവും. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറച്ച് ടച്ചിൽ വയ്ക്കുക. സമയം ഇല്ലാച്ചാലും എപ്പോഴെങ്കിലും ഒരു സമയം ഉണ്ടാക്കിയിട്ട് അവരെ മീറ്റ് ചെയ്യുക, ഫാമിലീനെ മീറ്റ് ചെയ്യുക, ഫാമിലിയുടെ കൂടെ പുറത്ത് പോവുക. എന്നുവെച്ചാൽ അതാണ് ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോണത്. 6 ഓഫ് സോഡ്സ് ഇവിടെ നിങ്ങൾ എസ്പെഷ്യലി പുറമെയാണ് ജോലി ചെയ്യണേ, നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ താമസിക്കുന്നില്ല, അങ്ങനെ കാര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വെച്ചാൽ
ഞാനിവിടെ കാണുന്നത് ട്രാവൽ ഇഷ്യൂസും ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് അത്ര ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പൈസയുടെ കാരണമായിരിക്കാം, അതല്ലച്ച ജോലിയുടെ പ്രഷറുടെ കാരണം നിങ്ങൾക്ക് ഫാമിലീനെ മീറ്റ് ചെയ്യാൻ അത്ര സമയം കിട്ടില്ല. ഇവിടെ 8 ഓഫ് wands ഉണ്ട് അഡ്വൈസായിട്ട്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിട്ട് വെക്കാനാണ് പറയണത്. അപ്പോൾ പേജ് ഓഫ് wands, നിങ്ങളുടെ കുട്ടികളുണ്ടെച്ചാൽ അവരുടെ കൂടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെച്ചാൽ അത് യൂണിവേഴ്സ് പറയണത് ഇവിടെ അത് വേഗം സോൾവ് ചെയ്യാൻ നോക്കുക, പ്രശ്നങ്ങളുണ്ടെച്ചാൽ. അതുമാത്രമല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഓപ്പണായി വെക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ തീരുള്ളൂ. ഓക്കെ, ആരുടെങ്കിലും കൂടെ സംസാരിക്കുക. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ട്, വർക്ക് സ്ട്രെസ്സ്, ഓഫീസ് പോളിറ്റിക്സ്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെച്ചാൽ ഒരു ഫ്രണ്ട് ഇല്ല വെച്ചാൽ ഫാമിലിയിൽ ആരെങ്കിലും അവരുടെ കൂടെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. എന്നുവെച്ചാൽ അത് ഉള്ളിൽ തന്നെ വെച്ചാൽ അതും ഒരു ഹെൽത്ത് ഇഷ്യൂ ആവാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഔട്ട്കമാണ് ടവർ. അപ്പോൾ ടവർ വലിയ ചേഞ്ചസിൻ്റെ എനർജിയാണ്. വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്, മാറ്റം ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്തോ ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ഞാനിവിടെ കാണുന്നുണ്ട്. എന്തോ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ വീട്ടിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ മാരേജിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ മാരേജിൻ്റെ കാർഡുണ്ട്. അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കല്യാണത്തിൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. ഒരു മാരേജിൻ്റെ കാർഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമായിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ വീട് വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോവുക, ജോലിയുടെ കാരണമായിരിക്കാം വേറൊരു സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്യണത്, അതും ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരു വലിയ ചേഞ്ചാണ്, വലിയ മാറ്റമാണ്. അങ്ങനെ ഒരു മാരേജിൽ ബ്രേക്കപ്പ് ഞാൻ കാണില്ല. പക്ഷെ മേ ബി ചിലവർക്ക് ഓൾറെഡി മാരേജിൽ പ്രശ്നങ്ങൾ ഉണ്ടെച്ചാൽ അതും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ബുക്കിങ്സ് ഓപ്പൺ ആണ്. എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.